മിനിസ്റ്റർ എം പി രാജേഷ് നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. മിനിസ്റ്റർ, താങ്കൾ ആ സ്ഥലത്തെ അവിടെ ഉണ്ടോ? ഞാൻ അവിടെയല്ല ഉള്ളത്. ഞാൻ നാളെ മാത്രമേ അവിടെ എത്തിച്ചേരുകയുള്ളൂ. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി അദ്ദേഹം പാലക്കാട്ട് ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ സംഭവ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. ജില്ലാ കളക്ടർ അതുപോലെ MLA അഡ്വക്കേറ്റ് ശാന്തകുമാരി എന്നിവര് ഇപ്പൊ ആശുപത്രിയിലുണ്ട്. എല്ലാ ക്രമീകരണങ്ങളുമായി കളക്ടറുമായിട്ടും പോലീസുമായിട്ടും MLAയുമായും ഞാൻ സംസാരിച്ചിരുന്നു. ഇപ്പോ 4 മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം ഇന്ന് തന്നെ നടത്താനുള്ള ക്രമീകരണങ്ങളായിട്ടുണ്ട്. ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും മറ്റു നടപടികളെല്ലാം ഇന്ന് തന്നെ പൂർത്തിയാക്കും. ബാക്കി കാര്യങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. മിനിസ്റ്റർ, ഇപ്പം അവിടെ ഈ കുട്ടികളുടെ സുഹൃത്തുക്കളാണ്, സ്വാഭാവികമായും പ്രതിഷേധമൊക്കെ ഉയരുന്നുണ്ട്. പക്ഷേ ഈ ചോദിക്കുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന എല്ലാവരും പറയുന്നത് ഇതൊരു സ്ഥിരം ഒരു അപകട മേഖലയാണ്, കുറേ തവണയായി ഈ പ്രശ്നം പറയുന്നു, പക്ഷെ ഒരു മാറ്റവും ഇല്ല എന്നാണ്. അത്തരം കാര്യങ്ങളെല്ലാം തുറന്ന് പരിശോധിക്കേണ്ടതാണ്. അത് പരിശോധിക്കും. ഇപ്പോ അടിയന്തരമായിട്ട് പരിക്കേറ്റവരുടെ കാര്യം തുടങ്ങിയ കാര്യങ്ങളാണല്ലോ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുക. അതാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും നാട്ടുകാർ ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഗൗരവമായി തന്നെ കണക്കിലെടുക്കും. ഓവർ സ്പീഡ് ആയിരുന്നോ ലോറി? വിശദാംശങ്ങൾ ലഭ്യമല്ല. സിമന്റ് കയറ്റി വന്ന ഒരു ലോറി മറ്റൊരു ലോറിയുമായിട്ട് കൂട്ടിയിടിച്ച് മറിഞ്ഞു എന്നാണ് ലഭ്യമായിട്ടുള്ള പോലീസിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിവരം. ഈ 4 വിദ്യാർത്ഥികൾ മാത്രമല്ലേ? മറ്റാരും പരിക്കേറ്റ ആരും ആശുപത്രിയിൽ ഇല്ലല്ലോ? പരിക്കേറ്റവർ കൂടി ഉണ്ട്. പക്ഷേ മരണം 4 സ്ഥിരീകരിച്ചിട്ടുള്ളത്. മറ്റ് അപകടസ്ഥിതി ഉള്ളതായിട്ട് വിവരം ഇപ്പോൾ ലഭിച്ചിട്ടില്ല. ശരി, വളരെയധികം. അതേപോലെ തന്നെ നമ്മൾ മുഹമ്മദ് റിയാസ് മന്ത്രിയെ വിളിച്ച സമയത്ത് അദ്ദേഹം ഈ അപകടം അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഈ വാർത്ത അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്താണ് അക്കാര്യത്തിലുള്ള പ്രതികരണം? അതില് അദ്ദേഹം അറിഞ്ഞില്ല എന്ന് ഞാനെങ്ങനെ പ്രതികരിക്കാൻ പറ്റും? ശരി, വളരെയധികം നന്ദി മിനിസ്റ്റർ സംസാരിച്ചതിന്. മിനിസ്റ്റർ എം പി രാജേഷാണ് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇത്രയാണ്. 4 വിദ്യാർത്ഥിനികളുടെ മരണം അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട്. ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളും ഇൻക്വസ്റ്റ് നടപടികളും